സുഹൃത്തുക്കളെ, കേരളത്തിലെ തൃശ്ശൂർ തൊട്ട് വടക്കോട്ടുള്ള 8 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ആരംഭിക്കാൻ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കുകയും കോഴിക്കോട് കോർപ്പറേഷനിലെ 62ാം വാർഡ് ഡിവിഷൻ മാവൂർ റോഡ് ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് നസീമ ഷാനവാസിന് വേണ്ടിയിട്ട് അവരുടെ രാന്തൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്, ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് നസീമ ഷാനവാസിന് വേണ്ടിയിട്ട് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ശ്രദ്ധയിൽ നിന്ന് നസീമയെ കുറിച്ച് പെടുത്താമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നസീമ. ഓക്കെ, നസീമ ഷാനവാസ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നസീമ 20 വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. തെറ്റാണ്, 20 വർഷം എന്നല്ല ഉള്ളത്, കാരണം പഠിക്കുന്ന കാലം തൊട്ടുണ്ട്. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ എൻ്റെ ജൂനിയറായിട്ട് മഞ്ചേരി എൻ എസ് കോളേജിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ BA സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് അവളെ പരിചയപ്പെടുന്നത്. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് BSc സുവോളജി ഫസ്റ്റ് ഇയറിന് വരുമ്പോൾ അരീക്കോട് മുക്കത്താണ് അവളുടെ വീട്. അവളന്ന് അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്, കോളേജിൽ പഠിച്ചിരുന്നത്. അല്ല, അത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അതിന് മുമ്പ് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കണമെന്ന് തോന്നുന്നു. അതിന് മുമ്പ് പോയി വരികയായിരുന്നു തോന്നുന്നു. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായ കാര്യത്തിൽ. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് സൺറൈസിൽ മെമ്പർ കോഴിക്കോട്, ഇന്നർവീൽ ക്ലബ്ബ് മുൻ പ്രസിഡന്റ്, കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, 20 വർഷത്തോളമായി ബാർ അസോസിയേഷൻ മെമ്പർ, റെസിഡൻസ് അസോസിയേഷൻ മുൻ ഭാരവാഹി. ഓക്കെ, റാന്തൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നസീമയുടെ വേറെയും പോസ്റ്റർ ഉണ്ട്. സ്ഥാനാർത്ഥിയാകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നത് ഞാൻ മത്സരിക്കാൻ റിട്ടറാണെന്നാണ്. ഞാൻ നിരുത്സാഹപ്പെടുത്തിയാണ്. ഞാൻ പൊതുവെ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുന്നതാണ്. ഞാൻ പറയാറുള്ളത്, കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ മിനിമം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാവാൻ പറ്റണം, അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റണം, മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കുകയാണെങ്കിൽ മിനിമം ഒരു മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനാവാൻ പറ്റണം. ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് മത്സരിക്കുന്ന എല്ലാവരെയും ഞാൻ പൊതുവെ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പൊതു സമീപനം അത് തന്നെയാണ്. ഓക്കെ, നസീമയെ ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ പറഞ്ഞു, മഞ്ചേരി എൻ എസ് കോളേജിൽ ഞാൻ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി 2ാം വർഷത്തിന് പഠിക്കുമ്പോൾ അവൾ 1ാം വർഷത്തിന് വരുന്നു. ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജൂൺ മാസത്തിൽ തന്നെ ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ അവരുടെ ഔഷധ സസ്യങ്ങളുടെ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ മെഡിസിനൽ പ്ലാന്റ്സ് മാത്രമുള്ള ഒരു വലിയ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ളൊരു ഗാർഡൻ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ അഭിമുഖത്തിൽ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി യാത്ര പോവുകയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 10-40 പേരുണ്ട്. അങ്ങനെ പോകുമ്പം മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡിലാണ് ഈ മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തുക. അപ്പം പോയപ്പം ഞങ്ങൾ ആദ്യം പോകുന്ന ബസ്സിലെ മാത്രമേ ആളെ കയറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് മറ്റേ ബസ്സിൽ ഡോർ തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബസ്സുകാർ തമ്മിൽ അടിയാവും. 2-3 ബസ്സുകൾ അവിടെ ഉണ്ടാവില്ല, ഓരോ ട്രാക്കിലുണ്ടാവും. പക്ഷേ ആദ്യം പോകുന്ന ബസ്സിൻ്റെ ആ ബസ് അവിടെ നിന്ന് വിട്ടതിന് ശേഷം മാത്രമേ അടുത്ത ബസ്സിൻ്റെ ഡോർ തുറക്കാൻ പാടുള്ളൂ, ആളെ കയറ്റാൻ പാടുള്ളൂ. ഞങ്ങൾ ആദ്യം പോകുന്ന ബസ്സിൽ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് കയറാതെ ഞങ്ങൾ മറ്റുള്ള ഡോറിൻ്റെ ചുറ്റും ഞങ്ങൾ വരി നിൽക്കാൻ തുടങ്ങി. ഈ ബസ് എടുത്തപ്പോൾ ഞങ്ങൾ ആ ബസ്സിലേക്ക് എല്ലാവരും കൂടി കയറി. ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഞാനിരുന്നത്. എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്നത്. ബാക്ക് സീറ്റിൽ 5-6 പേർക്ക് ഇരിക്കുകയല്ല, എൻ്റെ അടുത്താണ് നസീമ ഇരുന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ നസീമയായിട്ട് പരിചയപ്പെടുന്നത്. ഏകദേശം മഞ്ചേരിയിൽ നിന്ന് കോട്ടയ്ക്കൽ വരെ എന്നുള്ള 3/4 മണിക്കൂർ സമയം ഞാൻ അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ആളുകളെ സംസാരിച്ച് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അവരെ പിന്നീട് SFIയുടെ പ്രകടനങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു രീതിയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 3 പെൺകുട്ടികളാണ്. പാപ്പ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ശരിക്കും മുക്കത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, മുക്കത്ത്. ഇപ്പോൾ മറന്നുപോയി, കാരണം ആ അഡ്രസ്സൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ നസീമയായിട്ട് പരിചയപ്പെടുന്നു. നസീമയെ പിന്നീട് SFIയിൽ സജീവമായിട്ട് രംഗത്തേക്ക് വരുന്നു. നാഷണൽ സർവീസ് സ്കീമിൽ നിന്ന് അങ്ങനെ പലരെയും നമ്മൾ SFIയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നസീമയും കൊണ്ടുവരുന്നു. നസീമ SFIയുടെ സജീവ നേതൃത്വത്തിലേക്ക് എത്തുന്നു. ആ വർഷം ഞാൻ ചെയർമാനാവുന്നു. തൊട്ടടുത്ത വർഷം വീണ്ടും ഞാൻ മത്സരിക്കും, പരാജയപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ആ പാനലിൽ നസീമ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിക്കുന്നു. ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ അവൾ കോളേജ് യൂണിയൻ്റെ വൈസ് ചെയർമാനായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു. അപ്പം 20 വർഷമല്ല അവളുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത്, ഏകദേശം 30 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ്. ഡിഗ്രി കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ഡിഗ്രി കഴിഞ്ഞ് ഇവൾക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടുന്നു, പോകുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും അവധിക്കാലത്ത് മുഴുവൻ, അന്നത്തെ കാലത്ത് ഈ കത്തെഴുതുന്ന പരിപാടി ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ നസീമ സ്ഥിരമായിട്ട് എനിക്കും കത്തെഴുതും. അപ്പോൾ അത് മാത്രമല്ല, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്നോട് വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. അത് അവളുടെ അനിയത്തിമാർക്കും അങ്ങനെ. അവളെ ഒരനിയത്തിയായിട്ട് ഞാനിപ്പോൾ 2-3 വർഷം മുമ്പ് കൂടി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷത്തിനിടയിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല, ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൂടി. അതുകൊണ്ട് നസീമേനോട് പോലും വിളിക്കാറ് സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ ഗൾഫിലാകുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ വർഷത്തിൽ 1-2 തവണയൊക്കെ ഒന്ന് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു. നമ്മുടെ ഹസ്ബൻഡ് ഷാനവാസ്
അദ്ദേഹം താമരശ്ശേരി കോടതിയിലും കോഴിക്കോട് കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ലോ ഫേം ഉണ്ട്. ഇവളും പിന്നെ ഹസ്ബൻഡും എല്ലാവരും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടാണ്, ജൂനിയേഴ്സും ഉണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നസീമയെക്കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം നസീമ എന്നല്ല, അന്ന് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന പിന്നെ ഞങ്ങളെ ഏരിയ പ്രസിഡന്റ് ആയിരുന്ന ചന്ദ്രൻ, അതേപോലെ ഏരിയ സെക്രട്ടറി ആയിരുന്ന അബ്ദു, അതേപോലെ അയ്യപ്പൻകുട്ടി, ഇപ്പോൾ CPM പാർട്ടി ഏരിയ സെൻറ്റർ അംഗമാണ്, അരീക്കോട് ഏരിയ സെൻറ്റർ അംഗം അയ്യപ്പൻകുട്ടി. പിന്നെ അതേപോലെ മൈമുന, എൻ്റെ കൂടെ ഞാൻ ചെയർമാനാകുമ്പോൾ വൈസ് ചെയർമാനായിരുന്ന എൻ്റെ സീനിയറായിരുന്നു മൈമുന. പിന്നെ മൈമുന ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്, സെറ്റിലായി. പിന്നെ മൈമുന, അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരുപാട് പേര് സ്ഥിരമായി, ഷഹീല, ഇവരൊക്കെ കത്തുകൾ എഴുതും. ബിനു എബ്രഹാം, ബിനു വളരെ അപൂർവമായിട്ട് 1-2 പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അയ്യപ്പൻകുട്ടി എന്നുള്ള സ്ഥിരം ഈ 25 വയസ്സിലെ കാർഡിലാണ് എഴുതുക അവൻ. എന്നിട്ട് അതിൻ്റെ അടിയിലെഴുതും അവൻ്റെ പേരെഴുതേണ്ട സ്ഥലത്ത്, ഈ ഫ്രം എഴുതേണ്ട സ്ഥലത്ത് ഫ്രം ബേനസീർ പൂട്ടോ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൗതുകകരമായിട്ടുള്ള രീതിയിലുള്ള കത്തുകളായിരിക്കും അവൻ എഴുതുക. കാരണം ഇത് നാട്ടുകാർ മുഴുവൻ വായിക്കുമല്ലോ ഈ കത്ത്. രജിസ്റ്റേർഡ് ഒന്നുമല്ലല്ലോ, കാർഡല്ലേ, പോസ്റ്റ് കാർഡല്ലേ. പോസ്റ്റ് കാർഡ് ആകുമ്പോൾ ഇൻലെറ്റ് മാറി ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ 2 പുറത്ത് വന്നത് മുഴുവൻ പോസ്റ്റ്മാൻ തൊട്ട് ഇത് കടയിലെ കൊടുക്കുക, വീട്ടിൽ കൊണ്ടൊന്നും തരില്ല. അപ്പോൾ ഈ കടക്കാരും എല്ലാവരും വായിച്ച് എല്ലാവർക്കും ഒരു ചിരിക്കാനുള്ള വകയുള്ളതൊക്കെ അയ്യപ്പൻകുട്ടി എഴുതും. ഞാൻ ആർക്കും പൊതുവെ കത്തെഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇത്രയും പേര് പറഞ്ഞില്ല, ഒരാൾക്ക് മാത്രം ഞാൻ മുടങ്ങാതെ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. എനിക്കും കൃത്യമായി കത്തുകൾ കിട്ടിക്കൊണ്ടിരുന്നു. അതൊഴിച്ച് ബാക്കിയുള്ള ഒരാൾക്കും, പിന്നെ സിമയ്ക്കോ അവർക്കോ ഒന്നും, ബിന്ദുവിനോ പിന്നെ അയ്യപ്പൻകുട്ടിക്കോ പിന്നെ അല്ലെ അങ്ങനെ പല ആളുകൾക്കും ഞാൻ എല്ലാവരും കൂടി പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളാരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യും. അതും തീർത്തും പിന്നെ എപ്പോഴും കലഹിച്ചുകൊണ്ടുള്ള കത്തുകളായിരുന്നു, പരസ്പരം കലഹിച്ചുകൊണ്ടുള്ള. ഇവർക്കൊന്നും ഞാൻ മറുപടി അയക്കാറുണ്ടായിരുന്നില്ല. അപ്പം നസീമ കത്തെഴുതുമ്പോൾ നസീമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാജു എന്ന് എൻ്റെ മമ്മി രാജുമോൻ എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ടുള്ള വലിയ കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ അയലോകത്തൊക്കെ ഉള്ള 4-5 വയസ്സുള്ള കുട്ടികൾ വരെ രാജുമോൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ വരിക. അപ്പോൾ ഇവരെ വിചാരം എൻ്റെ പേര് രാജുമോൻ എന്നാണെന്നാണ്. എൻ്റെ മമ്മി രാജുമോൻ എന്നാണ് വിളിക്കുക. എൻ്റെ കസിൻസൊക്കെ എന്നെ രാജു എന്നാണ് വിളിക്കാറുള്ളത്. അല്ലാതെ ഞാൻ പഠിച്ച സ്കൂളിലോ കോളേജിലോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഞാൻ പിന്നീട് താമസിക്കുന്ന സ്ഥലങ്ങളിലെ അയലോക്കത്തുള്ള പ്രായമുള്ളവരൊക്കെ മമ്മി വിളിക്കുന്നത് കേട്ട് രാജുവൻ എന്നുള്ളത് വിളിക്കും. അതൊരു പേരായിട്ട് തന്നെ മാറിയിരുന്നു അടുത്ത വീടുകളിലൊക്കെ ഉള്ളവർ. വേറെ എവിടെയും രാജൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, രാജു എന്നുള്ള പേര് വരാറേ ഇല്ല, എവിടെയും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് രാജു എന്ന് പറഞ്ഞിട്ട് ഇവൾ എന്നെ വിളിക്കുമ്പോൾ രാജാന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇവൾ കത്തുകൾ എഴുതുമ്പോൾ ഇവൾ പിന്നെ കാർഡിലൊന്നും അല്ല, ഇൻലൻഡിൽ തന്നെയാണ് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ മൈമിനാണെങ്കിൽ കവിതകൾ എഴുതുക, ചന്ദ്രനും കവിതകളാണ് എഴുതുക. അവർ രണ്ടുപേരും നന്നായിട്ട് കവിത എഴുതുമായിരുന്നു, കവിതകൾ എഴുതി അയക്കും. അബ്ദു ആണെങ്കിൽ വളരെ രസമാണ്. അബ്ദു ഏതോ താത്വികമായ ലോകത്തിരുന്നിട്ട് സാമ്രാജ്യത്തെ കഴുകൻ നമ്മെ നീണ്ട ദംഷ്ടയുമായി രാജാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ നമ്മളെ ഈ നേതാക്കന്മാർ പറയണ മാതിരിയുള്ള വാക്കുകളൊക്കെ എഴുതി വെക്കണ ഇത് വട്ടുപിടിച്ച ടൈപ്പായിരുന്നു. നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ ഒരു ജൂനിയർ പതിപ്പായിരുന്നു അന്ന് അബ്ദു. ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു. അപ്പോൾ നസീമ രാജു എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്യുമായിരുന്നു. മാത്രമല്ല എൻ്റെ അനിയത്തി അന്ന് കോളേജിൽ, വലിയ അനിയത്തി അവൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പെറ്റാണ്. കാരണം എൻ്റെ അനിയത്തി എന്നുള്ള രീതിയിൽ വലിയവള്, 2 അനിയത്തിമാരുള്ളതിൽ വലിയവള്, മറ്റുള്ള പിന്നെ വേറെ വണ്ടൂരാണ് പഠിച്ചത് അന്ന്. അപ്പം പിന്നെ നസീമയായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നു. നസീമ പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നു. പിന്നീട് നസീമ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾ LLBക്ക് കോഴിക്കോട് ലോ കോളേജിൽ ചേരുന്നു. ആ സമയത്ത് എനിക്കൊരു കത്ത് വരികയാണ്, അത്യാവശ്യമായിട്ടൊന്ന് കാണണം, പിന്നെ ഇന്ന സ്ഥലത്താണ്. ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പോയിട്ടേ ഇല്ല ഇതിനു മുമ്പ്. കോഴിക്കോട് പിന്നെ ഇന്ന റോട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്റ്റോപ്പിൽ ഇറങ്ങുക. തൊണ്ടയാട് മറ്റേ ഭാഗത്തേക്കാം, മെഡിക്കൽ റോഡില്ല. അത് ഞാൻ കേരളാവിൽ ഇന്റേൺഷിപ്പ് ചെയ്തത് അവിടെ. മറ്റേ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. മാധ്യമം ഒക്കെ പത്രമൊക്കെ ദിനപത്രത്തിൻ്റെയൊക്കെ ഓഫീസുള്ള അവരെ പിന്നെ പ്രസ്സൊക്കെ ഉള്ള അതിൻ്റെ അവിടുത്തെ സ്റ്റോപ്പാണ് വെള്ളിമാട് കുന്നിലാണ് ലോ കോളേജ് ഉള്ളത്, ഗവൺമെൻറ് ലോ കോളേജ്. അപ്പോൾ അവിടെ വരേണ്ട വഴിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ആഴ്ചയിൽ ഏതൊക്കെ ദിവസമാണ് ക്ലാസ്സുള്ളത്, അപ്പോൾ എപ്പോഴെങ്കിലും നീ കത്ത് കിട്ടിയാൽ ഉടനെ വരണം, എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എന്നാണ്. അങ്ങനെ കോളേജ് ചെന്നു. അന്ന് ഒരു സത്യശീലൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ പ്രിൻസിപ്പളൊക്കെ പരിചയപ്പെടുത്തി. ഇവള് പ്രിൻസിപ്പളായിട്ടൊക്കെ വളരെ കമ്പനിയാണ്. ഇവളന്ന് ഡിഗ്രി LLB പിന്നെ സെക്കൻഡ് ഇയറിൽ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പം പിന്നെ 3 ഇയർ LLBക്കാണ് ചേർന്നിട്ടുള്ളത്. പ്രിൻസിപ്പളും ഇവളും ഞാനും കൂടിയാണ്. പ്രിൻസിപ്പളൊക്കെ ഉള്ളതായിട്ട് നല്ല കമ്പനിയാണ്. അതിന് എൻ്റെ സുഹൃത്താണ് എൻ്റെ പിന്നെ കാരണം ഇവർ 3 പെൺകുട്ടികളാണ്, അപ്പോൾ ആങ്ങളമാരില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് വല്ലാതെ എന്നോടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവൾ അനിയത്തിയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. ഈ കുട്ടികളെ 3 പേരെയും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മാതാപിതാക്കൾ. കാരണം ഒരു ഇടത്തരം ഫാമിലിയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവിടെ ഷാനവാസമായിട്ടുള്ളതും പ്രണയിച്ചുള്ള വിവാഹമാണ്. പിന്നെ അവർ ഈ എന്താ പറയുക, ഈ വക്കീലന്മാർ എന്ന രീതിയിൽ അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ ഉള്ള വിവാഹമാണ്. എന്നാൽ ലവ് കം അറേഞ്ച് അങ്ങനെയാണ്. ഷാനവാസും വളരെ ജെന്റിൽമാനാണ്, ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നസീമയുടെ ഫോണിൽ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് രസകരമായിട്ട് കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. നസീമയ്ക്ക് അത്ര വലിയ ഭാഷാ സ്വാധീനമൊന്നുമില്ല. ഷാനവാസ് വളരെ സർക്കാസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പം പിന്നെ ഇവളെന്നെ വിളിച്ച് അങ്ങനെ കോളേജ് ചെന്നിട്ട് അവൾ പറഞ്ഞു, കോളേജിൽ നിന്ന് പിന്നെ പ്രിൻസിപ്പളോട് പറഞ്ഞ് പിന്നെ അവളുടെ ട്യൂട്ടർ അടുത്തും പറഞ്ഞിട്ട് അവൾ അന്ന് കോളേജിൽ നിന്ന് അവധി എടുത്തു.
നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോയിരിക്കുമ്പം ഞങ്ങൾ അടുത്തടുത്ത് ഇരിക്കുകയാണ്, അതിന് വർത്താനം പറയുന്നത്, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുക. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് കൈനോട്ടക്കാരൻ വന്നിട്ട് കൈ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഇവിടെ കോഴിക്കോട് ലോ കോളേജിലും SFയിൽ സജീവമായിരുന്നു. അല്ല എപ്പോഴാണ് കല്യാണം നടക്കാമെന്ന് അറിയാമെന്നാണ്. അപ്പം അവർ വിചാരം കവിതാക്കളാണല്ലോ എല്ലാവരും അങ്ങനെ ഇരിക്കുക. അപ്പോൾ സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വിളിച്ചത് ഇവൾക്ക് വല്ലാതെ പ്രൊപ്പോസൽസ് വരുന്നു, കല്യാണാലോചനകൾ വരുന്നു. ഞാൻ കഥ പറഞ്ഞ് നീട്ടല്ല, അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് പ്രൊപ്പോസൽസ് വരുമ്പം ഇവൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി കല്യാണം. അപ്പോൾ ഇവൾ ഇച്ചാപ്പ എന്നാണ് അവളെ ബാപ്പയുടെ അനിയനെ വിളിക്കുക. അപ്പം പിന്നെ അവളെ ഇച്ചാപ്പയായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, കമ്പനിയൊക്കെ ഉണ്ട്. അപ്പം നീ ഇതിലൊന്നും നടപെട്ടണം, അവരെ കൺവിൻസ് ചെയ്യണം. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് LLB കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റേ എന്താ സന്നദ്ധർക്കാന്ന് എന്തെങ്കിലും പറയുക, പിന്നെ LLB കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രം മതി എനിക്ക് കല്യാണം, അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ സീമ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ മുസ്ലിം ഫാമിലി, അപ്പം ഒപ്പത്തിനൊപ്പം നിങ്ങൾ 3 പേര് വളർന്നു വരികയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ന്യായമല്ലേ, നിന്നെ പഠിപ്പിക്കുമെന്ന് തോന്നുന്ന ഒരാളെ തുടർന്ന് പഠിപ്പിക്കുന്നുള്ള ഒരു ധാരണയിൽ ആ പിന്നെ എഗ്രിമെൻറ്റിൻ്റെ പുറത്തൊരാൾ വരികയാണെങ്കിൽ ഇല്ല രാജ എനിക്ക് പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ് പറയുന്നത്. പിന്നീട് അവൾ ഇച്ചാപ്പയായിട്ടൊക്കെ സംസാരിക്കുന്നു. പിന്നീട് അവരങ്ങനെ അവളുടെ ഒരു വാശിക്ക് കീഴടങ്ങി. എന്തായിരുന്നാലും അതുകൊണ്ട് അവൾക്ക് വളരെ മനോഹരമായൊരു ദാമ്പത്യമുണ്ട്, അതിൽ 2 കുട്ടികളുണ്ട്, ഒക്കെ ഭംഗിയായിട്ട് പോകുന്നു, കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. നസീമയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു എനിക്ക് ഓർമ്മയുള്ളത്, എന്നിട്ട് അന്ന് തന്നെ നസീമയാണ് എന്നെ ജേർണലിസത്തിന് കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പോൾ നസീമ എന്താ എൻ്റെ ഉദ്ദേശം, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനെ ലോയ്ക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു, പിന്നെ MAക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പഠിക്കാനുള്ള, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. ഞാൻ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നാട്ടിലെ കരികൾ കൂടി നടത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിമാരെ പഠിപ്പ് മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, വീട്ടിലെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഈ റെഗുലർ പിന്നെ ഈ എന്താ പറയുക, ഈ റെഗുലറായിട്ട് ഞങ്ങൾ അവരെ മുക്കത്താര ഭാഷയിലാണ് പറയുക, ഈ റെഗുലറായിട്ട് ക്ലാസ്സിലും പോകണ്ട, അവിടെ ജേർണലിസത്തിൻ്റെ ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഈ അവിടെ ചേര് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കില്ല, ഇന്നെ കൊണ്ട് നടക്കില്ലടി, പിന്നെ ഇവരുടെ അതൊന്നും നടക്കില്ല എന്നാണ്. ഇവളെ കാര്യമൊക്കെ സെറ്റിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവളെ കൺസേൺ പിന്നെ എൻ്റെ കാര്യമാണ്, എൻ്റെ ഫ്യൂച്ചർ. പക്ഷേ ഇപ്പോൾ എന്നെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയി മാനാഞ്ചിറയ്ക്ക് അടുത്തുള്ള അവിടെ പിന്നെ ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ PG ഡിപ്ലോമ 1 ഇയർ കോഴ്സ്, ജേർണലിസം കോഴ്സ്, PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഇവളുടെ കയ്യിൽ നിന്ന് 100 രൂപ കൊടുത്തിട്ടാണ് പ്രോസ്പെക്ടസ് മേടിക്കുന്നത്. ഞാനൊന്നും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. എനിക്ക് 2 കാര്യങ്ങൾ അങ്ങനെ ഓർമ്മയുള്ളത്. ഒന്ന്, ഒരു ടൂറ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോകുമ്പം, ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ഞാൻ പഠിക്കുമ്പോൾ ടൂറിന് പോകുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ ഉണ്ടെങ്കിൽ വീട്ടിൽ പറയില്ല, കാരണം പപ്പ പറയും എവിടെയും പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ തന്നു വിടും. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിമാരും വീട്ടിൽ ടൂറുള്ള പരിപാടിയൊന്നും അങ്ങനത്തെ വിവരങ്ങളൊന്നും അറിയിക്കില്ല വീട്ടിൽ. അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടിലെ അവസ്ഥ നമ്മൾ കണ്ടറിഞ്ഞ് വളർന്നതിൻ്റെ ഭാഗമായിട്ട് സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ടൂറിന് പറഞ്ഞാൽ എല്ലാവരും ബാക്കിയുള്ളവർ പോകുന്ന ഒരു കൂട്ടത്തിൽ നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം പൈസ പപ്പ അവിടെ നിന്ന് ഉണ്ടാക്കി തരും, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പം BComകാരുടെ ഒരു ടൂർ MComകാരുടെ ഒരു ടൂർ പോകുക. അപ്പോൾ MComകാർ ആ ടൂറിൻ്റെ കൂടെ BCom ഫൈനൽ ഇയറുകാരെയും BCom സെക്കൻഡ് ഇയറുകാരെയും കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. ആ കൂട്ടത്തിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ആകെ ഉൾപ്പെടുത്തിയത് എന്നെ മാത്രമാണ്. എൻ്റെ അടുത്താണെങ്കിൽ പൈസയില്ല. അന്ന് ചന്ദ്രൻ എന്ന് പറയുന്ന SFയുടെ ഏരിയ പ്രസിഡന്റാണ്. അവനന്ന് തെങ്ങ് കയറ്റ തൊഴിലാളി കൂടിയാണ്. പിന്നീട് ഗ്രാമപഞ്ചായത്തും പറക്കുകയായിരുന്നു. ഇത്തവണ മത്സരിക്കുന്നില്ല, വനിതാ പാടായി അവിടെ മുറയൂർ ഗ്രാമപഞ്ചായത്തിൽ. ചന്ദ്രൻ എന്നൊരു 250 രൂപയ്ക്കായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പിന്നെ കസിനും കുറച്ച് പൈസ വരുന്നത്. അങ്ങനെയാണ് ഞാനെന്നാ ഒരു ടൂർ പോകുന്നത്. അപ്പം പറഞ്ഞു പോകുന്നത് നസീമ, ഞാൻ ഈ അന്ന് 100 രൂപ കൊടുത്തിട്ട് പ്രോസ്പെക്ടസ് മേടിച്ചിട്ടാണ് എന്നെ ജേർണലിസം ഡിപ്ലോമയ്ക്ക് ചേർക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഉണ്ടായതേ ഉള്ളൂ, ഞാൻ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ടായിരുന്നില്ല. വേറെ കഥ പിന്നീട് ഞാൻ പറയാം, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അതേപോലെ തന്നെ ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എപ്പോഴും പോക്കറ്റിൽ പേന വെച്ച് നടക്കാം, മുണ്ടെടുത്തേ കോളേജിൽ പോകുള്ളൂ. അത് ഇലക്ഷൻ സമയത്ത് മാത്രമല്ല, മൊത്തത്തിൽ പാൻറ് ഇട്ട് ഞാൻ കോളേജിൽ 5 വർഷം അവിടെ ഡിഗ്രിക്കും മഞ്ചേരിയാണ് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരിക്കൽ പോലും 8 ദിവസം പോലെ പാൻറ് ഇട്ട് പോയിട്ടില്ല. അന്ന് മുണ്ടെടുത്ത് മാത്രമേ പോകണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഇപ്പോഴും കംഫർട്ടബിളും ഉണ്ടാ, പക്ഷേ ഇഷ്ടമുണ്ടാ. പക്ഷേ ഇപ്പം പിന്നെ മൊബൈൽ ഫോണും കുന്തം കുടച്ചക്കറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സഹിച്ചറിയാൻ്റെ ഭാഷയിൽ കുന്തം കുടച്ചക്കറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൂടി വെക്കാൻ സ്ഥലം വേണ്ടേ, അതുകൊണ്ടാണ് പാൻറ് ഇടണേ. അപ്പം ഇവള് ഞാൻ എപ്പോഴും പേന കുത്തും. അപ്പം ഏത് സമയത്ത് എൻ്റെ പോക്കറ്റിൽ പേന ഉണ്ടാവും. പുസ്തകം ഉണ്ടാവില്ലല്ലോ, ഇപ്പം പുസ്തകം കൊണ്ടുണ്ടാവും ആവശ്യമില്ല SFക്കാർക്ക് പ്രത്യേകിച്ച്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ പേന എപ്പോഴും മിസ്സായി. അപ്പോൾ എൻ്റെ അടുത്ത് പേനയില്ല. അപ്പോൾ ഇവളുടെ അടുത്ത് ഹീറോ പെൻ ഉണ്ട്. ഈ ഹീറോ പെൻ വന്നിട്ട് നേരെ വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ കുത്തി വെക്കുക. എന്നോട് പറഞ്ഞ് നിന്നെ കാണുമ്പോൾ ഇപ്പോൾ പേനയില്ലാത്തപ്പോൾ ചെറിയ കുട്ടീനെ മാതിരി തോന്നുന്നു, നീ ഒരു നേതാവല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ ആര് നേതാവ്, എന്ത് നേതാവ്, ഇവിടെ ആരും അല്ല. എൻ്റെ അന്നേയുള്ള പോളിസി അതാ, ആരും ആരുടെയും മേലെയല്ല, ആരും ആരുടെയും താടിയല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞൊന്ന് ഓർമ്മയിലേക്ക് വല്ലാതെ പോയി, അത് നിങ്ങളെ ബോറടിപ്പിച്ചു, ക്ഷമ ചോദിക്കുന്നു. നസീമ വളരെ ഏബിളായിട്ടുള്ള ഒരാളാണ്. നസീമയെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, ഹൃദയം തൊട്ടറിയാവുന്നതാണ്. പിന്നെ എല്ലാ അർത്ഥത്തിലും നസീമ ഡെഡിക്കേറ്റഡ് ആണ്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സിൻസിയറായിട്ട് കൂടെ നിൽക്കുന്ന ആളാണ്.
അത് ഞങ്ങൾ ആ ബാച്ചിൽപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയുണ്ട്. നസീമ മാത്രമൊന്നുമല്ല, മറ്റു പലരും ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളായിട്ടുള്ള ഒരുപാട് പേര്. ഇപ്പോഴും അവരോടൊക്കെ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. കൂടെ പഠിച്ചിരുന്നവരോട്, കൂടെ യൂണിയനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരോട്. കാരണം അവരുടെ കൂടെ കൂടുതൽ അനുഭവങ്ങളുണ്ട്, നമ്മളെ യാത്രകൾ, ക്യാമ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഘാടനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം പ്രത്യേകിച്ചും നാഷണൽ സർവീസ് സ്കീം, അതിൽ SFI KSU MSF ഒന്നുമില്ല. അതിൻ്റെ 10 ദിവസത്തെ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ബന്ധമാണ്, കുടുംബം പോലെയാണല്ലോ. അതിൽ പങ്കെടുത്തവർക്കറിയാം. എന്തായിരുന്നാലും അഡ്വക്കേറ്റ് നഷീമ ഷാനവാസ് കോഴിക്കോട് കോർപ്പറേഷനിലെ 62ാം ഡിവിഷനിൽ നിന്ന് റാന്തൽ അടയാളത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് റാന്തൽ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. എന്നായിരുന്നാലും നിങ്ങൾ അറിയാത്ത ഒരു നസീമയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് എനിക്ക്. അതായത് അവളുടെ ഒരു 17 വയസ്സ് തൊട്ട് ഈ ഇപ്പോൾ 47 വയസ്സായിട്ടുള്ളൂ, എനിക്ക് 48ആയി. അപ്പം ഈ 30 വർഷമായി നസീമയെ അറിയുന്ന ഒരാളാണ് ഞാൻ. 30 വർഷത്തിനിടയിൽ ചിലപ്പം 5-6 മാസമൊന്നും ഞങ്ങൾ ചിലപ്പോൾ വിളിച്ചിട്ടേ ഉണ്ടാവില്ല. വിളിച്ചാൽ തന്നെ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ വെച്ചു തരും. പക്ഷേ 6 മാസത്തിൽ, വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകുക ചില വർഷങ്ങളിലൊക്കെ. പക്ഷേ എപ്പോൾ വിളിച്ചു വെക്കുമ്പോഴും ഇന്നലെ വിളിച്ചു വെച്ച മാതിരിയാണ് തോന്നാറുള്ളത്. അവസാനം അവളെ കാണുന്ന അവളെ കല്യാണത്തിലാണ്. നമുക്ക് ഒരുമിച്ച് കൂടേണ്ടതെന്ന് എപ്പോഴും പറയും, നമുക്ക് ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അവരുടെ ബാച്ചിൻ്റെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനൊക്കെ വരുമ്പോഴും എന്നോട് പറയും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. എന്തായിരുന്നാലും അതേമാതിരി എൻ്റെ അനിയത്തിക്കൊക്കെ, കാരണം എൻ്റെ അനിയത്തിനൊക്കെ ഇവരൊക്കെ കൊണ്ടുവരുന്ന അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാവരും അവരെ സ്വന്തം അനിയത്തിയെ പോലെ കൊണ്ടുവരുന്നിരുന്നത്. ഓർമ്മകളിലേക്ക് വല്ലാണ്ട് പോയി, നീട്ടിപ്പടുത്തുന്നില്ല. എനിക്ക് വേറെ വീഡിയോ കൂടി ചെയ്യാനുള്ളതാണ്. അഡ്വക്കേറ്റ് നസീമ ഷാനവാസിന് റാന്തൽ അടയാളത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 62ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് നസീമ ഷാനവാസ് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ബാക്കി കേട്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അവിടുത്തെ വോട്ടർമാരുണ്ടെങ്കിൽ അവരുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുതരുന്നു.